ഏട്ടന് 4 മണിക്കുള്ള ചായ ആയിട്ട് വന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ തള്ളയും മക്കളും. അപ്പൊ നോക്കുമ്പോ കട്ടൻ ചായക്ക് കടിക്കാനൊന്നുമില്ല. മക്കളേക്കാൾ പരായിരിക്കണത് ഞാനാണ് കേട്ടോ. എനിക്ക് ചായക്ക് കടിക്കാനൊന്നും ഇല്ലാതെ ചായ ഇറങ്ങി. അങ്ങനെ സിദ്ധുവിനെ നേരെ നമ്മുടെ തൊട്ടടുത്തുള്ള കടയിലേക്ക് പറഞ്ഞു വിട്ടുട്ടാ. വല്ല അച്ചപ്പ മുറുക്ക് എന്തേലും വാങ്ങിച്ചോണ്ട് വാടാന്ന് പറഞ്ഞപ്പോഴേ അച്ചപ്പ ഏതാന്ന് അവന് മനസ്സിലായില്ല അത്ര. അപ്പൊ മുറുക്ക് വാങ്ങിച്ചിട്ട് വന്നേക്കണം കേട്ടോ. പിന്നെ അവർക്ക് ബിസ്ക്കറ്റും. നമുക്കൊന്ന് നല്ലൊരു മാവും തൈ കൂടി കിട്ടിയിരുന്നു കേട്ടോ. അപ്പൊ അതും കൈ പിടിച്ചിട്ട് താഴത്തേക്ക് വന്നത്. പിന്നെ എന്റെ കയ്യിൽ കൈക്കോട്ട് കണ്ട സിദ്ധുവിന് മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, കളച്ച് നോക്കണം. പിന്നെ അവന്റെ ഭാഗം ഒരു 4-5 കള. അത് കഴിഞ്ഞ് ഞാൻ കളച്ചിട്ട് ചെറിയൊരു കുഴി എടുത്തു കേട്ടാ. അങ്ങനെ ഇതിന് നമ്മൾ ഇരിക്കാൻ സ്ഥലം കൊടുത്തത് അടുക്കളപ്പുറത്താണ് കേട്ടാ. മനു ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ താമസമാകുമ്പോഴേക്കും ഇതുമ്മ മാങ്ങ ഉണ്ടാവോ അമ്മ? നമ്മുടെ വീട്ടില് വയറിങ്ങിന്റെ ഭാഗമായിട്ടേ ഏട്ടൻ ചെറുതായി കുത്തിപ്പൊളിക്കലും കട്ടിങ്ങും ഒക്കെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ വയ്യ, അത്രയും പൊടിയായിരുന്നേ. അപ്പൊ ഞങ്ങളൊന്നും വല്ലാതെ ഉള്ളിലേക്കൊന്നും കയറിയില്ല കേട്ടോ. പുറത്തു കൂടെ നടന്നിട്ടുള്ള പരിപാടികളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വീട്ടിലെ പ്ലംബിംഗ് ആണെങ്കിലും വയറിങ്ങിനാണെങ്കിലും തേപ്പിനാണെങ്കിലും വാർപ്പിനാണെങ്കിലും ഏട്ടനെ കൊണ്ട് കഴിയണ വിധത്തിലൊക്കെ ഏട്ടനും അതിൽ കൈ കടത്തൂട്ടാ. വേറെ ഒന്നും കണ്ടില്ല, ചെറുപ്പം മുതലേ എല്ലാ പണിക്ക് പോയിട്ടുള്ള ശീലം ആൾക്കുണ്ടേ. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ.